മൈക്ക് തുറന്നു അന്നേരം ഓരോ എന്നോട് ചോദിക്കുകയാണ് നനന്നോന്ന്. അത് എനിക്കൊന്ന് പഠിപ്പിച്ച് വെച്ചേക്കണ ഒരു ഫോർമാറ്റ് ആയിരിക്കാം, പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ചോദിക്കണേ. നല്ല മഴയത്ത് കയറിയവൻ ആളോട് സാർ ഇന്ന് വളരെ സണ്ണി ഡേ ആണെന്ന് പറഞ്ഞുള്ള അവസ്ഥയിൽ ചോദിക്കും, ഒരു തൂക്കിയിട്ടിരിക്കും അല്ലേ? സോ റെലവെന്റ് ആയിട്ടുള്ള റാപ്പ് ക്രിയേഷൻ ചെയ്യുക. ഒരു കാരണവശാലും ഈ രാഷ്ട്രീയവും കളിയും കൊണ്ടുവരുന്നില്ല. അർജന്റീന കളി ഉണ്ടായിരുന്നു, പൊളി കളിയായിരുന്നു, അതിന് ഞാൻ ബ്രസീലാണ്, തീർന്നു. ഓമിന്റെ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് എടുത്തോണ്ട് പോയിക്കോളും. അത് റെലവെന്റ് ആയിട്ടുള്ള കണക്ഷൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുക. മൂന്നാമത്തെ എന്താ, കസ്റ്റമറിന് ശരിക്കും അവരുടെ ആവശ്യം എന്താണെന്ന് അറിയില്ല. അവരുടെ ആവശ്യം എന്താണെന്ന് കസ്റ്റമർ പറയില്ല. അറിയാമെങ്കിലും ഉള്ളിലുണ്ടാവും, പറയില്ല. അവരുടെ മുകളിലുള്ള ആവശ്യം മാത്രമേ പറയുള്ളൂ. ഇതിനെന്താ വിളിക്കുക? ബേസിക്കലി അൺസ്റ്റേറ്റഡ് നീഡ്സ് എന്ന് പറയും. നീഡ്സിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അൺസ്റ്റേറ്റഡ് നീഡ്സ്. പറയാത്ത എന്നാൽ പറയാൻ സാധ്യതയുള്ള ഒരു നീഡ്. മനസ്സിലാവണം. ഇപ്പം നമുക്കൊരു ഷർട്ടും പാൻറ്റും എടുക്കണം. ഷർട്ടും പാൻറ്റും എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആവശ്യം എന്താണ്? നമ്മളൊരു പ്രോഗ്രാമിന് പോവാണ്, ആ പ്രോഗ്രാമിന് എനിക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം, അല്ലേ? നമ്മൾ ചെന്നിട്ട് പറയണത് എന്താണ്? എനിക്കൊരു ഷർട്ടും പാൻറ്റും വേണം. ഓനൊരു 10,000 ഷർട്ടും പാൻറ്റും പുറത്തേക്ക് ഇടും. ഇതല്ല. പകരം അവർ ചോദിക്കുകയാണ്, സാർ ഫംഗ്ഷന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നോർമൽ വീക്ക് ഡേയ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? റൈറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഫംഗ്ഷൻ. സാർ എങ്ങനത്തെ ഫംഗ്ഷനാണ്? ഫോമലാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണ പരിപാടിയാണോ? ഫോമലാണ്. സാർ അങ്ങനെയാണെങ്കിൽ ഇന്ന കളറായിരിക്കും സാറിന് ചേരുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സമയം ലാഭിച്ചു. കറക്റ്റാണോ? രണ്ടെന്താ, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ നമുക്കത് കറക്റ്റായിട്ട് പിച്ച് ചെയ്യാൻ പറ്റി. കസ്റ്റമറിന് നമ്മൾ വിശ്വസിക്കും പ്രോപ്പറായിട്ട്. കാരണം എന്താ, അവൻ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള സാധനമാണ് തരുന്നത്. അഗ്രി ഉണ്ടോ നിങ്ങൾ എന്നോടൊപ്പം? സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തുട്ടെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതിന് വേണ്ടിയിട്ടാണ് 4 സാധനങ്ങൾ ബേസിക്കലി ഉള്ളത്. എന്തൊക്കെയാ? വൈ, ഹൂ, ടൈം ആൻഡ് പ്ലേസ്. സാർ എന്തിനാണ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്? എന്തിനാ വാങ്ങിക്കണേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എന്തിനത് വാങ്ങിക്കണേ എന്നാണോ? എന്നാ ചോദിക്കുക കസ്റ്റമർക്കാണ്, ഇപ്പം എന്തിനത് വാങ്ങിക്കണേ? അപ്പോൾ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പകരം എന്താ ചോദിക്കണ്ടേ? സാർ ഇതിനു മുമ്പ് ഇതേ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറയും, അല്ലെങ്കിൽ അവർ പറയും ചെയ്തിട്ടുണ്ട്. സാർ ഏത് പ്രോഡക്റ്റ് ആയിരുന്നു? ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന പ്രോഡക്റ്റ് ആയിരുന്നു. നമുക്ക് എന്താ അറിവ് കിട്ടിയത്? സോ അയാളൊരു 55 inches യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 8 kg യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 32 liter യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്സെൽ ചെയ്യാൻ പറ്റും. സാർ എന്തുകൊണ്ടത് മാറ്റണം എന്ന് പറയാം? അത് കംപ്ലൈൻറ്റ് ആയതാണോ? ഓക്കെ, ചിലർ പറയും കംപ്ലൈൻറ്റ് ആയതാണ്, അപ്പോൾ ബാക്കി എനിക്കൊരു കച്ചവടം കിട്ടി. അങ്ങനെയാണോ? എംപതൈസ് ചെയ്യുക. അയ്യോ എങ്ങനെ കംപ്ലൈൻറ്റ് ആയി സാറേ? അത് സാധാരണ കുറേ നാൾ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണല്ലോ. കസ്റ്റമറിനൊപ്പം നിൽക്കുക, സംസാരിക്കുക, എംപതൈസ് ചെയ്യുക. റൈറ്റ്. സിമിലർലി ഹൂ, ആരാണ് യൂസ് ചെയ്യണത്? അത് നമുക്ക് അറിഞ്ഞിട്ട് അതെന്താ? നമ്മുടെ പ്രൊഡക്റ്റ് സ്പെസിഫിക്കലി അപ്ലയൻസ് പ്രൊഡക്ട്സിൻ്റെ ഉള്ളിൽ ഹൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ അത് വീട്ടിലേക്ക് യൂസ് ചെയ്യാനാണോ അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണോ? ഒന്ന്. രണ്ടാമത് എന്താ നമുക്ക് ചോദിക്കാൻ പറ്റുക? വീട്ടിൽ TV ആണെങ്കിൽ ഇത് കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലേ? കുട്ടികൾ കാണുന്നുണ്ടോ? അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് നമുക്ക് പിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, എല്ലാ TVയും ഒരു പെട്ടിയിൽ കുറച്ച് പട്ടികളുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. എല്ലാം ഒരുപോലെ ഇരിക്കണേ. പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ സാധനം പ്രോപ്പറായിട്ട് നീഡ് അനാലിസിസ് ചെയ്യണം. ഓൾറൈറ്റ്. സോ മൂന്നാമത് എന്താ? ടൈം. ഇതെന്താ ഇമ്പോർട്ടൻ്റ്? അത് സമയം നോക്കിയിട്ട് വരാം, അതാണോ സമയം? അല്ലല്ല, സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തേക്കാണ് സാർ ഈ പ്രൊഡക്റ്റ് വേണ്ടേ? സോ ഇതെന്തിനാ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കസ്റ്റമർ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ അത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിൽ അമളി പറ്റുന്ന എന്താ? നമ്മൾ പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് എത്തിക്കാൻ പറ്റില്ല ചില സമയത്ത്. അത് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കും. സോ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിൽ വേണം എന്തൊക്കെ സ്റ്റോക്സ് അവൈലബിൾ ആണെന്നുള്ളത്. അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. അഗ്രേ? ആൻഡ് ദ ലാസ്റ്റിംഗ് പ്ലേസ്, ഇത് എവിടെയാണ് വെക്കാൻ പോകുന്നത്? കസ്റ്റമറിന്റെ സ്ഥലയിൽ ആണോ? അല്ലല്ല. പ്ലേസ് എന്തിനാ ചോദിക്കണേ? സാർ ഇത് ബാൽക്കണിയിലാണോ, വാഷിംഗ് മെഷീൻസോ ഡ്രയേഴ്സോ ആണെങ്കിൽ വെക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഉള്ളിലാണോ, ബാത്റൂംസിലാണോ? അത് TV ആണെങ്കിൽ നടുക്കാണോ അതല്ലെങ്കിൽ റൂംസിലേക്കാണോ? ഓവൻ ആണെങ്കിൽ മെയിൻ ഡോസിനടുത്താണോ അതല്ലെങ്കിൽ ഇൻബിൽഡ് ആയിട്ടുള്ള സെറ്റപ്പിലേക്കാണോ മാറ്റുന്നത്? ഡിഫറെന്റ് പ്രോഡക്ട്സ്, ഡിഫറെന്റ് സ്റ്റഫ്. അത് പ്രോപ്പറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫീച്ചറുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാം. Alright, so WWTP is a very important thing and absorb. ഇത് മിക്ക ആൾക്കാരും ചെയ്യാത്തൊരു സാധനമാണ്. നമ്മൾ കേൾക്കാൻ റെഡിയല്ല. നമ്മളെന്തിനും റെഡിയല്ല? കേൾക്കാൻ റെഡിയല്ല. നമ്മൾ പറയും. ഏറ്റവും നല്ല സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരം സംസാരിക്കാൻ കഴിവുള്ള ആളല്ല. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം.
ഏറ്റവും നല്ല സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരം സംസാരിക്കാൻ ശേഷിയുള്ള ആളല്ല, ഏറ്റവും നന്നായി കേട്ട് അതിനനുസരിച്ചുള്ള ഉത്തരം പറയാൻ പറ്റുന്ന ആളാണ് ഏറ്റവും നല്ല സെയിൽസ്മാൻ. മനസ്സിലാവണ്ടോ? സോ അബ്സോർബ് ചെയ്യുക. അതിലൊരു കാരണവശാലും എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിന് അൺഡിവൈഡഡ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം. ഞാനിപ്പോൾ വിജിത്തിനോട് സംസാരിക്കുന്ന സമയത്ത് വിജിത്ത് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യാം? എന്നിട്ട് വിജിത്ത് അവിടെ പോയിട്ട് എന്താ ചോദിച്ചത്? അല്ലേ സ്റ്റോക്ക് നോക്ക്, ഒരു മിനിറ്റ് സാറേ, മറ്റേ സാധനം അവിടെ എത്തിച്ചിട്ട് മറ്റേ ഡെലിവറി പോയിക്കോ. എന്നിട്ട് സാറേ ഇങ്ങനെ പറഞ്ഞാൽ കസ്റ്റമർ എന്താ സംഭവിക്കുക? ശരി അല്ലേ? ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കസ്റ്റമറിന് അൺഡിവൈഡഡ് ആയിട്ടുള്ള അറ്റൻഷൻ ഓൾ ടൈം കൊടുക്കുക. രണ്ടാമത് എന്താ? യൂസ് നോൺ വെർബൽ ആൻഡ് വെർബൽ നോട്ട്സ്. നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാം. ഇപ്പം നീ എന്നോട് എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചോ, ഓക്കെ, ആ സമയത്ത് നീ എന്തെങ്കിലും ഉത്തരം പറയും. ഇപ്പം മോൻ്റെ വീട് എവിടെയാണ്? വള്ളിക്കുന്നിലാണ്. അത് ഏത് ഡിസ്ട്രിക്റ്റിൽ വരുന്ന സ്ഥലമാണ്? മലപ്പുറത്താണ്. ഓക്കെ, എങ്ങനെയാണ്? അടിപൊളിയാണ്. ഫുഡൊക്കെ അടിപൊളിയല്ലേ അവിടുത്തെ? അല്ല കിട്ടോ? വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ എം നോഡിങ് മൈ ഹെഡ്, ഐ എം സ്മൈലിങ്, അല്ലേ? അല്ലാണ്ട് വള്ളിക്കുന്നിൽ എവിടെയാണ്? ഒന്ന് ആലോചിക്കുക അല്ലേ? നോഡ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക കസ്റ്റമറിനെ. നമ്മൾ പറഞ്ഞിട്ടിരിക്കാനല്ല പറയണേ, കുലിക്കാനല്ല പറയണേ. ജസ്റ്റ് നോഡ് മതി, ജസ്റ്റ് ഒരു അനക്കം മതി. കസ്റ്റമറിന്റെ ഒരു ഫീൽ എന്ത് കിട്ടണം? ഓൻ എന്നെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സംഭവം കസ്റ്റമറിന് ഫീൽ കിട്ടണം.